വർഷത്തിലേക്ക് ആ മാനേജ്മെന്റ് എത്തുന്നത് സർവകലാശാല അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു ദുരഭിമാനത്തിന്റെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണോ ആ സമരത്തിൽ തുടരുന്നത്? സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ചോദ്യത്തിന് മറുപടി അങ്ങ് പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് മാനേജ്മെന്റുമായി ചർച്ച നടത്തും, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൽ വിശ്വാസമുള്ളൂ. ഇന്നലെ നടന്നത് ഒരു പ്രഹസനമാണെന്ന്. പക്ഷേ ഇന്ന് എടുക്കപ്പെട്ടിരിക്കുന്ന ഒരു തീരുമാനം നമ്മുടെ മുന്നിലുണ്ട്. അത് 5 വർഷത്തേക്ക് ലക്ഷ്മി നായരെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നതാണ്. അത് സർവകലാശാലയുടെ സമിതിയുടെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം സർക്കാരിനും അവർ നൽകുകയുണ്ടായി, മാനേജ്മെന്റിനും നൽകി. നാരായണൻ നായർ അത് അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. അതാണ് ആ തീരുമാനമായി പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഫാക്കൽറ്റിയെ പോലും ആക്കരുത് എന്ന് പറയുന്നത് ജയിക്കിന്റെ സംഘടന സമ്മർദ്ദം ചെലുത്തി നേടിയതല്ലേ എന്ന്. ഇത് സുതാര്യമല്ലാത്ത ഒരു കോളേജിനകത്ത് നടക്കുന്ന ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇത് ഗവൺമെന്റിന്റെ മുന്നിൽ വരട്ടെ, അവിടെ ഗവൺമെന്റ് പ്രതിനിധി ഇരുന്ന് ചർച്ച ചെയ്യുന്ന ചോദിക്കാത്ത ഒരു ഫാക്കൽറ്റി പ്രശ്നം കൂടി പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പൊ 5 വർഷം അവരെ മാറ്റി നിർത്തും എന്ന് പറയുമ്പോൾ അവർ പിന്നെയും ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുമോ എന്ന സംശയമാണ് ഉണ്ടായിരുന്നത് വിദ്യാർത്ഥിനികൾക്ക്. അത് പറയരുത്. കാരണം വിദ്യാർത്ഥികളുടെ ആവശ്യം അവരെ പ്രിൻസിപ്പളിനെ തലസ്ഥാനത്ത് നിന്ന് പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന് പറയുമ്പോൾ അങ്ങ് പറഞ്ഞതിനകത്ത് പ്രശ്നമുണ്ട്. ഞാൻ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടുള്ളത് എന്റെ ലളിതമായ ചോദ്യം, അങ്ങ് അടക്കം ഇരുന്ന് അംഗീകരിച്ച ഈ റിപ്പോർട്ട് ഉണ്ടല്ലോ, അതിന്റെ മേലുള്ള അതിന്റെ മേലുള്ള വോട്ടെടുപ്പൊന്നല്ല ചോദിക്കുന്നത്, ഏകകണ്ഠമായി വന്ന ശുപാർശകൾ ഉണ്ടല്ലോ, അത് ഏകകണ്ഠമായി വന്നാണല്ലോ, അത് നിങ്ങൾ പരിഗണിക്കുകയുണ്ടായി. പിന്നെ അതിൽ കൂടുതൽ കർക്കശമായ നടപടി എന്തൊക്കെ വേണമെന്നതിലാണ് ഭിന്നാഭിപ്രായം ഉണ്ടായത്. അതിൽ ഒരു പ്രധാനപ്പെട്ട നിങ്ങൾക്കെല്ലാം യോജിപ്പുള്ള കാര്യമുണ്ടല്ലോ, 5 വർഷം ഇവരെ ഈ പറയുന്ന എക്സാമിനേഷൻ ചുമതല അതാണ് നാരായണ നായർ ലക്ഷ്മി നായർ നേരിട്ട് മാധ്യമങ്ങളോട് പറയണമെന്ന് എന്തിനാണ് കടമെടുത്തത്? അതിനകത്ത് സാങ്കേതിക പ്രശ്നമുണ്ട്. ആ പറഞ്ഞതിനകത്ത് അതിന്റെ അവകാശം സിൻഡിക്കേറ്റിന് മാത്രമാണ്. അതിനകത്ത് നാരായണ സഹായമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ, പരീക്ഷാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന നാരായണൻ നായരല്ല, സർവകലാശാലയാണ്. ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു തൊട്ടെ, ഞങ്ങൾ പരീക്ഷാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു. അതിനകത്ത് നാരായണൻ നായർക്കോ ലോ അക്കാഡമിക്കോ യാതൊരു അവകാശവും ഇല്ല. അത് സർവകലാശാല അധികാരമാണ്, ചെയ്തു കഴിഞ്ഞു. ബാക്കി കുട്ടികൾ ആവശ്യപ്പെടുന്നത്, കുട്ടികൾ അന്നും ഇന്നും സർവകലാശാലയോടും മാനേജ്മെന്റിനോടും സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ഇവരെ പുറത്താക്കണമെന്നാണ്. പുറത്താക്കുന്ന ആളിനെ 5 വർഷത്തേക്ക് മാറ്റി നിർത്തുന്നു, 5 വർഷത്തേക്ക് ഈ പറഞ്ഞതുപോലെ SFIയുടെ ഭാഗമായിട്ട് അധ്യാപന രംഗത്തൂടെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞത് വലിയ സംഭവമല്ല. നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ വാദഗതിയുടെ പ്രശ്നം എന്നത് നാരായണ നായർ കർക്കശം കാട്ടിയില്ല, ലക്ഷ്മി നായർ. അങ്ങ് നേരത്തെ പറയുകയാണ് നാരായണ നായരും ലക്ഷ്മിയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കായിരുന്നു SFI എന്ന്. ഞാൻ തിരിച്ചു വയ്ക്കുകയാണ്, അങ്ങ് അവർ തമ്മിലുള്ള വൈരം മൂർച്ഛിക്കണമെന്ന് കാണുന്ന ഒരാളാണ്. കാരണം ഒരു നിമിഷം, ലക്ഷ്മി നായരെ പുറത്താക്കണം എന്ന് നാരായണൻ നായരും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ബന്ധപ്പെട്ട ഉപസമിതിയും ഒക്കെ എടുക്കേണ്ട തീരുമാനമാണ്. അത് നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതല്ല. അങ്ങ് തന്നെ പറഞ്ഞു കാരണം ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം സർവകലാശാല പറഞ്ഞിരിക്കുന്നതാണ്, നാരായണൻ നായർക്ക് അനുസരിച്ചേ പറ്റൂ. പക്ഷെ പുറത്താക്കുക എന്ന് പറയുന്നത് നാരായണൻ നായർ അടക്കമുള്ള സമിതിക്ക് മാത്രം കഴിയുന്നതാണല്ലോ ജ്യോതി. സത്യം പറയാം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സർവകലാശാലയ്ക്ക് അങ്ങനെ പറയാനും അവകാശമില്ല. അത് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ അത് മാനേജ്മെന്റ് മാത്രമാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ പറയുകയാണ് ഒഴിഞ്ഞു നിൽക്കുന്നു 5 വർഷം. അതെ. അപ്പൊ ശ്രീ വേണു ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അവരോടൊക്കെ. അത് നിങ്ങൾ ദുരഭിമാനം വെടിഞ്ഞ് നിങ്ങൾ അവർ പറഞ്ഞ് അംഗീകരിക്കേണ്ടത്. അവിടെയാണ് മറ്റേ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് ഈ കുട്ടികൾ തുടങ്ങി ആരാ സമരം തുടങ്ങിയത്? ആ കുട്ടികളോട് ഈ സമയം സംസാരിച്ച ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് ഞാൻ മനസ്സിലാക്കുന്ന ജ്യോതി, ജയിക്ക് അടക്കമുള്ള ആളുകളെ ഏറ്റവും ഒടുവിൽ അവർ വിളിച്ചതിന് ശേഷം ഈ നാഗരാജ് മറ്റു വിദ്യാർത്ഥി സംഘടന എല്ലാവരെയും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ആ പത്രസമ്മേളനത്തിൽ എന്തുകൊണ്ട് നാരായണൻ നായർ അത് പറഞ്ഞില്ല? നാരായണൻ നായർ പത്രസമ്മേളനത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ലക്ഷ്മി നായർ എന്തുകൊണ്ട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞില്ല എന്നതൊക്കെ ജ്യോതിയുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളുടെ ലോകമാണ്. അതല്ല നമുക്കിപ്പോ ചർച്ചയുടെ ഒരു നിമിഷം. ജയ്ക്ക്, നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ സന്നിഹിതരായിരിക്കുന്ന ഇന്നത്തെ പകൽ ചർച്ചയിൽ നാഗരാജ് ഈ പറയുന്ന സംയുക്ത വിദ്യാർത്ഥി ഐക്യത്തിൽ ഉള്ള പ്രതിനിധികളെയും തലേന്നത്തെ പോലെ തന്നെ ക്ഷണിക്കുകയുണ്ടായോ? ശ്രീ വേണു, ഇതിനകത്ത് കാണേണ്ട ഒരു വിഷയം, ഇപ്പോൾ ഞാൻ ഈ ചർച്ച ആരംഭിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ശ്രീ നാഗരാജ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ട് ആവൃത്തി ഈ ക്ലാരിഫിക്കേഷൻ ഇവിടെ പറയേണ്ടത്. കാരണം അത് SFIയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ആ മാനേജ്മെന്റ് അദ്ദേഹം ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞു. ശ്രീ വേണു ബന്ധപ്പെടുമ്പോൾ ഞാൻ അദ്ദേഹത്തിലൂടെ ചർച്ചയിലുണ്ട്. സ്ഥാപനത്തിന്റെ മറ്റു വിവരങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, ഇതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ഇവിടെ പറയുന്നത് മുഴുവൻ വിദ്യാർത്ഥി സംഘടന, ഇപ്പോൾ സുബേഷുമായിട്ട് വ്യക്തിപരമായ സംഭാഷണത്തിൽ സുബേഷ് പറഞ്ഞു സുബേഷിനെ ബന്ധപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ തൊട്ട് മുമ്പ് ഞാൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തെ 1:30 മണിയായപ്പോൾ വിളിച്ചതുകൊണ്ട് അവർ വന്നില്ല എന്നാണ് പറഞ്ഞത്. തൊട്ടുമുമ്പ് പീപ്പിൾ ചാനൽ
ഒരു അരമണിക്കൂർ മുമ്പ് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താ, എ ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി 3-4 ദിവസമായി തലസ്ഥാന നഗരിയിലുണ്ട്. വന്നോ ഇല്ലല്ലോ? രമേശ് ചെന്നിത്തലുണ്ടായി, വന്നോ ഇല്ലല്ലോ? എനിക്ക് പറയാനുള്ള അവസരം അങ്ങനെ പറഞ്ഞു പോരുത്. ഒരു ചോദ്യം. പിന്നെ ഇദ്ദേഹം സിൻഡിക്കേറ്റിനെ സംബന്ധിച്ച് വാചാലനാകുന്നു. ഇദ്ദേഹത്തിന്റെ KPCCയുടെ സംസ്ഥാന ട്രഷറർ മറ്റൊരു മാന്യൻ ആ സിൻഡിക്കേറ്റിൽ വേറൊരു പ്രമേയം അവതരിപ്പിച്ചു. ശ്രീ ചാമക്കാല അവതരിപ്പിച്ചതല്ല ഞങ്ങളുടെ പ്രമേയം എന്ന് പറഞ്ഞ് വേറൊരു പ്രമേയം അവതരിപ്പിച്ചു. ആര് വോട്ടിന് എഴുതി ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് കൈവിട്ട് പറഞ്ഞു ഞാൻ എന്റെ പ്രമേയത്തിന് വോട്ട് ജോൺസൺ എബ്രഹാം. അപ്പോൾ ചാമക്കാലയോട് ഇദ്ദേഹത്തിന്റെ പ്രമേയത്തിന് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇതാണ് സിൻഡിക്കേറ്റിൽ ഇവർ ഉണ്ടാക്കിയത്. ആ പ്രമേയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശക്തമായി സപ്പോർട്ട് ചെയ്തും ശക്തമായി വോട്ട് ചെയ്തും CPIM അംഗങ്ങൾ മാത്രമാണ്. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇവിടെ വന്ന് ഈ പൊറാട്ട് നാടകത്തിന് ഇദ്ദേഹം. ജ്യോതി മറുപടി പറയുന്നതിന് മുമ്പ് ജ്യോതിക്ക് സമയം തരാം, എന്നിട്ടാണ് എനിക്ക് ഷാജാനിലേക്ക് പോകാൻ. ജ്യോതി, ലക്ഷ്മി നായരും നാരായണൻ നായരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെട്ടോ അതോ അവർ തമ്മിൽ അകന്നോ എന്നതൊരു കുടുംബ പ്രശ്നമാണ്. അതവിടെ നിൽക്കട്ടെ. അവരെ നയിക്കുന്നത് വികാരവുമായിരിക്കും. നിങ്ങളെ രാഷ്ട്രീയ ബോധമാണ് നയിക്കേണ്ടത്. തീർച്ചയായും ജോൺസൺ എബ്രഹാമും ജ്യോതികുമാർ ചാമക്കാലയും എങ്കിലും ഐക്യത്തോടെ പോകണം ഈ വിഷയത്തിൽ. ഇതൊരു അഭ്യർത്ഥനയാണ്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത്, ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നത്, ഞങ്ങളെല്ലാം പറഞ്ഞ ഒന്ന് തന്നെയാണ്, ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് കൈപൊക്കിയിട്ടുള്ളത്. അതിന് മിനിറ്റ്സ് വരട്ടെ. എതിരെയാണ് ഒരിക്കലല്ല, അങ്ങനെയൊന്നും പറയുന്നത് എതിരെയാണ് ജോൺസൺ എബ്രഹാം നിലപാടെടുത്തത്. ജോൺസൺ എബ്രഹാം പിന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചു, ആരും പിന്തുണച്ചില്ല, അദ്ദേഹം ഒറ്റയ്ക്ക്. അങ്ങനെയൊന്നുമല്ല. ഡിസന്റ് CPI എഴുതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാനല്ല, ജോൺസൺ എബ്രഹാമും തമ്മിലെങ്കിലും ഒരു ഹൃദയ ഒരു അഭിപ്രായത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച്, സാർ 2 ദിവസമായി എറണാകുളത്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാർ നാളെ രാവിലെ 9:30 മണിക്ക് മുമ്പ് സമരപ്പന്തലിൽ എത്തുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. സാർ ഗോവയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. പിന്നെ എ ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഇവിടെ തർക്കം എവിടെയാണ്? ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ എക്സിക്യൂട്ടീവ് മെമ്പറുമായ ശ്രീ പിന്നെന്താ പഴയ വൈസ് ചാൻസലർ ഇരിക്കും ജയകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അല്ല, അതിലേക്ക് തന്നെ പോകണം. പിന്നെ തിരട്ടെ. 1. നമ്പർ 2, കോലിക്കോട് കൃഷ്ണൻ നായർ CPMന്റെ MLA ആയിരുന്ന ആളാണ്. CPMന്റെ സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹമാണ് VS അച്യുതാനന്ദനെ സംസ്ഥാന സമിതിയിൽ എടുക്കരുതെന്ന് ഏറ്റവും കൂടുതൽ വാദിച്ചത്. അതിന്റെ ഭാഗം ബാക്കി നടക്കുന്നുണ്ട്. ഈ എന്നോട് ജയിക്ക് പറയുന്ന കാര്യങ്ങളോ അച്യുതാനന്ദനെ ആദ്യം ബോധ്യപ്പെടുത്തട്ടെ. മറ്റൊന്ന്, ഇവിടെ ഒരു മാധ്യമത്തിന്റെ സപ്പോർട്ട്, ആ മാധ്യമത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് ഞാൻ തൽക്കാലം അത്രേ പറയുന്നുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞോളാം. ഇതൊക്കെ ചേർത്തുകൊണ്ട് CPMലെ പടലപ്പിണക്കം പരിഹരിക്കുവാൻ വേണ്ടി, അച്യുതാനന്ദനെ പരാജയപ്പെടുത്താൻ വേണ്ടി കോലിയക്കോടനും മുഖ്യമന്ത്രിയുടെ ഓഫീസറോട് ഇടപെട്ട് SFI സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ മറുപടി പറയട്ടെ അടുത്ത റൗണ്ടിൽ. KM ഷാജഹാൻ, ഇവിടെ ഇവർ പറയുകയാണ് ലക്ഷ്മി നായർ രാജിവെക്കണം എന്ന് വെച്ചാൽ ലക്ഷ്മി നായർ സ്വയം എടുക്കേണ്ട തീരുമാനം. അവരത് എടുത്തില്ല എങ്കിൽ പിന്നെ ഒരു കള്ളരാജി വേറൊരാൾക്ക് എഴുതി ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ മറ്റ് ആളുകൾ മറ്റു ഉത്തരവാദിത്തം അതിന്മേലെടുക്കണം. അതാണ് നാരായണ നായർ അടക്കമുള്ളവർ ഇന്ന് കൂടിയാലോചിച്ചത്. അതിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നൊന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. പക്ഷെ പുറത്താക്കുകയാണ് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മി നായർക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും. VV ചൂണ്ടിക്കാട്ടിയ എല്ലാ നീതി നിഷേധത്തിൻ്റെയും കാര്യം അവർക്ക് ചൂണ്ടിക്കാട്ടാം. നാരായണ നായർ അതും പറഞ്ഞു, നമ്മൾ പുറത്താക്കിയാൽ അവർ പോയി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാം വേണമെങ്കിൽ. പിന്നെ ചെയ്യാൻ കഴിയുന്ന കരണീയമായത് മാറ്റുക എന്നതാണ്. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. അവർ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഉപസമിതി. അതല്ലാതെ പിന്നെ എന്ത് പോംവഴിയാണ് കഴിയുന്നത്? ഈ പറഞ്ഞത് വേണു എന്നോട് ഞാൻ പറയട്ടെ. വേണു ഈ പറഞ്ഞത് പരിപൂർണമായും തെറ്റാണ്. ഇവർക്ക് പുറത്താക്കണമെന്നാണെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും നിയമപരമായി സ്വീകരിച്ചുകൊണ്ട് ഇവരെ പുറത്താക്കാം. VV രാജേഷ് പറഞ്ഞ സ്വാഭാവിക നീതിയുടെ പ്രശ്നമുണ്ട്, അവരെ കേൾക്കുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇവരെ പുറത്താക്കാം. നാരായണൻ നായർക്ക് ലക്ഷ്മി നായരെ പുറത്താക്കാനുള്ള ഒരു തീരുമാനമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അവർക്ക് ആ തീരുമാനമില്ല. വേണു, ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ കോടതിയിൽ പോയി ഈ തീരുമാനം സ്റ്റേ ചെയ്യുന്നതിനാവശ്യമായ തീരുമാനമാണ് ഈ 4 ഗവർണിംഗ് ബോഡി മെമ്പർമാർ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അത് നാരായണൻ നായർ പത്രസമ്മേളനത്തിലും പറഞ്ഞു, ലക്ഷ്മി നായർക്ക് വേണേൽ കോടതി പോകാന്ന് പറഞ്ഞു. അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് രാജിവെച്ചാൽ ഉടൻ തന്നെ സ്റ്റേ വാങ്ങിച്ചു കൊണ്ടുവരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുക തന്നെയാണ് അവൾ അങ്ങനെ ചെയ്യില്ല എന്ന്. അപ്പൊ ഇതൊക്കെ ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അതെ, അതാണ് ഞാനൊരു ചെറിയ കാര്യം ഇതിനകത്തൊരു ഇങ്ങനെയാണ് പറയുന്നത്. കോടതി വിധിയുമായി അവർ വരില്ല, കോടതി വിധി കിട്ടിയാലും വരില്ല.
അസ്ഥിരപ്പെടുത്തിയാലും വരില്ല. ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റ്. അല്ല, അതൊക്കെ വെറും സംഭാഷണമാണ്. അതൊക്കെ വെറും സംഭാഷണം. ഒരു ചെറിയ സന്ദേശം ഞാൻ പറയട്ടെ. ഇവരെ അവിടെ നിന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആഹ്ലാദത്തിലാണല്ലോ SFI. അവരെ എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത്? അവര് സെന്റർ ഫോർ അവരെ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് മുകളിലേക്ക്. കേരളത്തിന്റെ നിയമ ഗവേഷണത്തിന്റെ തലപ്പത്തേക്ക് ലക്ഷ്മി നായർ, ഇവർക്കറിയാം ആരാണെന്നുള്ളത്. കൈരളിയിൽ ലക്ഷ്മി നായർ എന്താണ് ചെയ്യുന്നത്, എവിടെ പോയി എന്താണ് ചെയ്യുന്നത് ഇവർക്കറിയാം. ആ ലക്ഷ്മി നായർ കേരളം ജയിക്കാൻ ഞാൻ പറയുന്നു, നിങ്ങൾ തല കുനിക്കണം. കേരളത്തിന്റെ നിയമ ഗവേഷണ രംഗത്ത് അതിന്റെ ഡയറക്ടറായി ഒരു സ്ത്രീയെ മാറ്റി വെച്ചിരിക്കുന്നു. ഇവരെന്നിട്ട് അവിടെ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത UGCയുടെ മുഴുവൻ നിയമങ്ങളിൽ ലംഘിക്കുന്ന ഒരാളെ പ്രിൻസിപ്പളാക്കി കൊണ്ട് ഇവർ വന്നിരിക്കുന്നു. ഈ ലക്ഷ്മി നായർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാഴ്ചക്കുള്ളിൽ ലക്ഷ്മി നായർ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു വരുന്ന വെറും ഒരു കീറക്കടലാസ് അംഗീകരിച്ചിട്ടാണ് ഇവർ ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. ശരി, പക്ഷേ ജ്യോതികുമാർ, VV രാജേഷ് ഒരു സംശയം ചോദിച്ചോട്ടെ. അതിനു മുമ്പ് അങ്ങേക്ക് മറുപടി പറയാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വേണോ, ഇപ്പോൾ ശ്രീ ഷാജഹാൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ലീഗൽ വാലിഡിറ്റി സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുക ഹൈക്കോടതിയിൽ. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇങ്ങനെ ഇത് വ്യക്തമായിട്ടും ജയിക്ക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ SFI പോയി ഒരു തീരുമാനമെടുക്കുമ്പോൾ CPM ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്തുമല്ലോ. യാതൊരു ലീഗൽ വാലിഡിറ്റി ഇല്ലാത്ത വൈകാരിക ബന്ധങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ വാക്കാൽ പറയുന്ന ഒരു കരാറിൻ്റെ മുൻപിൽ SFI പോലുള്ള ഒരു സംഘടന അവരുടെ ഐഡന്റിറ്റി അടിയറ വെച്ചു എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. മറ്റെന്ത് അധികാരമാണ് സർക്കാരിനുള്ളതും സർവകലാശാലയ്ക്കുള്ളതും? ഈ പ്രിൻസിപ്പലിനെ മാറ്റുന്ന കാര്യത്തിൽ മറ്റൊരുപാട് കാര്യങ്ങൾ സർവകലാശാലയ്ക്ക് വേണു. സർവകലാശാലയ്ക്കും സർക്കാരിനും മാനേജ്മെന്റിനുള്ള അധികാരം അവിടെ നിൽക്കട്ടെ. അവരുടെ അധികാരം നമുക്ക് ആ ലീഗൽ ആസ്പെക്റ്റിൽ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞത് ഈ ഒരു വാലിഡിറ്റിയും ഇല്ലാതെ 4 പേർ ഒപ്പിട്ട ലക്ഷ്മി നായരുടെ പ്രിൻസിപ്പളിന്റെ കൺസെന്റ് ഇല്ല. ഞാൻ അറിയാതെയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നത്. ഞാൻ അറിയാതെയാണ് ഇത് SFIക്ക് കിട്ടിയ ഉറപ്പ്. അതല്ലാതെ നാരായണൻ നായർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു. ഇപ്പൊ ജ്യോതി പറഞ്ഞു, ലക്ഷ്മി നായർ പറഞ്ഞില്ല. പക്ഷെ ഈ മാധ്യമങ്ങളിലൂടെ പറയുന്നതിന് ഹൈക്കോടതിക്ക് മുമ്പിൽ എന്താ വാലിഡിറ്റി? ഇല്ല, ഞാൻ പറയാം. വേണു ഒരു കാര്യം ചെയ്യുക, മുതിർന്ന ഹൈക്കോടതിയിലെ അഭിഭാഷകരെ നാളെ ഒന്ന് കൺസൾട്ട് ചെയ്ത് ഇതിന് ഒരു ലീഗൽ വാലിഡിറ്റി, ഈ കടലാസിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ നിങ്ങളുടെ പത്രസമ്മേളനം ഒരു അക്കാദമിക് ഒരു ഗവേണിംഗ് കൗൺസിൽ ഒരു സമിതിയെ ചുമതലപ്പെടുത്തി ആ സമിതി ഈ വിഷയങ്ങളെല്ലാം ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തി. അതിലെല്ലാം നിങ്ങൾ സഹകരിച്ചു. അതിനുശേഷം അവരൊരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനം മാധ്യമങ്ങളിലൂടെ പറയുകയാണ്. നാളെ അച്ചടി മാധ്യമങ്ങൾക്കും വാർത്താക്കുറിപ്പായി തന്നെ അവർ കൊടുക്കുകയാണ്. ഇതൊരു ഔദ്യോഗിക രേഖയല്ല എന്ന് എങ്ങനെയാണ് അതിന്റെ നിയമസാധുതയല്ല. ലോ അക്കാഡമിയുടെ മാനേജ്മെന്റിലെ ഒരു വിഭാഗം ഇഷ്യൂ ചെയ്ത ഒരു ഔദ്യോഗിക രേഖ എന്ന് ഫോർ ആർഗ്യുമെന്റ്സ് ഒക്കെ നമുക്ക് പറയാം. പക്ഷേ ഹൈക്കോടതിയിലോ ഒരു ട്രയൽ കോർട്ടിന് മുമ്പാകെ ഒരു ലീഗൽ വാലിഡിറ്റി ഉള്ള കടലാസല്ല. അങ്ങനെയുള്ള ഒരു കടലാസ് അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന SFI, ഞാൻ പറയട്ടെ മോനെ, നിങ്ങളുടെ ഐഡന്റിറ്റി പണയം വെച്ചു എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ആലോചിക്കാം. അല്ലല്ല, നിങ്ങൾ ASFനെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഒരു പെൺകുട്ടികളെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? രാഷ്ട്രീയ പ്രവർത്തനമാണ്, പണിയല്ല. ഓക്കെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കി. ഇനി എനിക്ക് മറുപടി പറയാലോ.